ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില ബിബിൻ. HSA എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് അല്ലേ? നന്നായിട്ട് എക്സാം എഴുതി നന്നായിട്ട് പഠിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു പോസ്റ്റാണ് HSA എന്ന് പറയുന്നത്. വെറുതെ അല്ല, നന്നായിട്ട് കഷ്ടപ്പെടണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങിയവരാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. HSAക്ക് വേണ്ടിയിട്ട് കുറേ നാളുകൾ കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ, ഇല്ലെങ്കിൽ ഇനിയൊന്നും പഠിച്ചു തുടങ്ങാതെ ആ സിലബസ് കണ്ട് വിഷമിച്ചിരിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു അവർക്ക് അവരുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി വരുന്ന HSA എക്സാമിന് നോക്കാനുള്ളതെന്ന് നോക്കാം. ഇനി പഠിച്ചാലും മതിയോ? പിന്നെന്താ, തീർച്ചയായിട്ടും മതി. ഇനി പഠിച്ചാലും മതി. ശരിക്കും പറഞ്ഞാൽ HSA പഠനം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കാവുന്ന, ഇല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പഠിച്ചു തീരാവുന്ന സിലബസ് ഉണ്ട് നമുക്ക്. പക്ഷെ വേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 6 മാസം ധാരാളമാണ്. പക്ഷെ കഷ്ടപ്പാട് നന്നായിട്ട് എടുക്കണം. വെറുതെ ഒന്നും നമുക്ക് HSA കിട്ടില്ല. ഈ 6 മാസം വേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും HSA നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ബോട്ടണിയും സുവോളജിയും ഉണ്ട്. ഇനി നിങ്ങൾ മൈക്രോബയോളജി പഠിച്ചവരും ഈ കൂട്ടത്തിലുണ്ടാവും അല്ലേ? അപ്പോൾ മൈക്രോബയോളജിക്കാരെ സംബന്ധിച്ച് ബോട്ടണിയും അറിയില്ല, സുവോളജിയും അറിയില്ല. അവർക്ക് ആകെ അറിയാവുന്നത് മൈക്രോബയോളജിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും. അപ്പോൾ എങ്ങനെ പഠിക്കും? ഇപ്പോൾ നിങ്ങൾ മൈക്രോബയോളജി പഠിച്ചവരായാലും ബോട്ടണി പഠിച്ചവരായാലും സുവോളജി പഠിച്ചവരായാലും ഇവരാരായാലും കുഴപ്പമില്ല, അവർ തുടങ്ങുന്നത് ഫ്രഷ് ആയിട്ടായിരിക്കും. കാരണം എന്താണെന്നല്ലേ? കാരണം നമ്മൾ മലയാളത്തിലാണ് പഠിക്കുന്നത് അല്ലേ? നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച ബോട്ടണിയോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ച സുവോളജിയോ ഒന്നും മലയാളത്തിലായിരുന്നില്ല. അപ്പോൾ ഒരു പുതിയ ടേംസ് പഠിച്ചു വേണം നമ്മൾ തുടങ്ങാനായിട്ട്. ആ പഠനം കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 5 മണിക്കൂർ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം മെനക്കെടുമെങ്കിൽ തീർച്ചയായിട്ടും ഇനി പഠിച്ചു തുടങ്ങിയാലും മതി. എവിടെ നിന്നും പഠിച്ചു തുടങ്ങാം? ശരിക്കും നമ്മുടെ ബേസ് കിടക്കുന്നത് ഒരു 8 മുതലുള്ള SCRT ടെക്സ്റ്റിലാണ്. SCRT മലയാളം ടെക്സ്റ്റിനകത്താണ്. അപ്പോൾ 8 മുതൽ നമ്മളൊരു 10 വരെ പഠിക്കുന്ന അത്രയും കണ്ടന്റ് തന്നെ +1 +2 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്തുമാത്രം റെഫർ ചെയ്താൽ മതി? +1 +2 ടെക്സ്റ്റുകൾ റെഫർ ചെയ്യാം. വളരെ കുറച്ച് കണ്ടന്റ് മാത്രമേ ഇതിനകത്ത് ഡിഫറൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ ഈ 10th വരെയുള്ള ചാപ്റ്ററുകൾ, അല്ലെങ്കിൽ 10th വരെയുള്ള ടെക്സ്റ്റിനകത്ത്. പക്ഷെ കൂടുതലും എക്സാമിന് ചോദിക്കുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസും എന്തിനു ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും? ഈ +1 +2 ടെക്സ്റ്റുകളെ റെഫർ ചെയ്തുകൊണ്ടുള്ളതായിരിക്കും, ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ +1 +2 ടെക്സ്റ്റുകൾ തന്നെയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. അതിനകത്ത് ചോദിക്കുന്ന അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ല ബേസ് ലെവലിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 30 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. കാരണം ആ ടെക്സ്റ്റിൽ നിന്നുള്ളതാണ് കൂടുതലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷേ അവിടുന്ന് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസും നമുക്ക് നല്ല ഫെമിലിയർ ആയിരിക്കണം. കാരണം ഒരു സെൻറ്റൻസ് എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏത് എന്ന് എഴുതണമെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടന്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് എഴുതാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് തീർച്ചയായിട്ടും +1 +2 SCRT മലയാളം ടെക്സ്റ്റിൽ നിന്നാണ്. എങ്ങനെ പഠിക്കണം? അപ്പം ബോട്ടണിയും സുവോളജിയും ഉണ്ട് അല്ലെ, GKയും ഉണ്ട്. ഈ 3 സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ. ഇപ്പം നിങ്ങൾ ബോട്ടണി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ബോട്ടണി മാത്രം പഠിച്ചു വേണമെങ്കിൽ നമുക്ക് 40 മാർക്ക്, കാരണം 80 മാർക്കാണ് നമുക്ക് കോർ സബ്ജക്റ്റിൽ നിന്ന് വരിക. 40 ബോട്ടണി, 40 സുവോളജി. ആ 40 മാർക്ക് മാത്രം കോർ സബ്ജക്റ്റിന് മേടിക്കാമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അത്രയൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. രണ്ടിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കണം. ആ ഈക്വൽ വെയിറ്റേജ് കൊടുക്കുന്നതിനോടൊപ്പം എന്തിനുള്ള സമയം കൂടെ കണ്ടെത്തണം? ഈ GK പഠിക്കാനുള്ള സമയം കൂടി നിങ്ങൾ കണ്ടെത്തണം. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നമുക്കറിയാം നമ്മുടെ ഒരു റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കാം? ഈ കോർ സബ്ജക്റ്റ് അല്ല വരിക, ജനറൽ സബ്ജക്റ്റാണ്. ജനറൽ സബ്ജക്റ്റിന്റെ മാർക്കാണ് എപ്പോഴും നമ്മുടെ റാങ്ക് ഹയസ്റ്റ് ആക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുമ്പോൾ ബോട്ടണിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം, സുവോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തേ മതിയാവും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലോട്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ നമുക്കറിയാം GK പേപ്പറിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ വരും, റിനൈൻസൻസ് വരും, ദെൻ കറണ്ട് അഫെയർസ് വരും, അങ്ങനെ കുറേ കാര്യം, മെത്തഡോളജി, റിസർച്ച്. ഈ മെത്തഡോളജിയും സൈക്കോളജിയും ഒക്കെ എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യമെങ്കിലും പഠിച്ചു പോയിട്ടുള്ളതായിരിക്കും. അതൊന്നും പഠിക്കാതെ നമുക്ക് എന്തായാലും B.Ed പാസ്സാകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതൊന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതിയാവും നിങ്ങൾക്ക് അന്ന് ഓർത്തെടുക്കാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും അറിയില്ല, GK ഒന്നും അറിയില്ല, GK മീൻസ് കറണ്ട് അഫെയർസ് ഒന്നും അറിയില്ല, ഇല്ലെങ്കിൽ റിനൈൻസൻസ് ഒന്നും അറിയില്ല. പക്ഷേ ഇവിടെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം. നമുക്കൊന്നും അറിയാത്ത ഒരു കാര്യം
ഒരുപാട് സമയം കൊടുത്ത് അല്ലെങ്കിൽ അതിനെ സ്പെൻഡ് ചെയ്യുന്നതിലും നല്ലത് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പോർഷൻ എനിക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്ന് 100% ഉറപ്പുള്ളൊരു കാര്യം നമുക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ അപ്പോഴും നിങ്ങൾ ഓർത്തോണം, ആ വെയിറ്റേജും കൂടെ നിങ്ങൾ എവിടെ കൊടുത്തോണം? മറ്റുള്ള സബ്ജക്റ്റിന് കൊടുത്തോണം. ഇപ്പം ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രീതിയിലും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ സബ്ജക്റ്റ് പഠിക്കാൻ എടുക്കുന്ന 3 ദിവസമാണ് ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പക്ഷേ എനിക്ക് സബ്ജക്റ്റ് 3 ദിവസം കൊണ്ട് എനിക്ക് എത്ര പോർഷൻസ് കവർ ചെയ്യാമായിരുന്നു? അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തൊഴിവാക്കാം? ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കാനേ ഞാൻ പറയൂ. ഇത് പറഞ്ഞു തരാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പഠിച്ച ഒരു രീതി വെച്ച് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങ് ഒഴിവാക്കും. കാരണം എന്താ? അതിനും കൂടെയുള്ള സമയം എന്ത് ചെയ്യും? മറ്റുള്ള സബ്ജക്റ്റുകൾക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ, നമുക്ക് ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്നൊരു കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പോർഷൻസ് നമുക്ക് പതുക്കെ സ്കിപ്പ് ചെയ്യാം. ആ സ്കിപ്പ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എൻ്റെ മനസ്സിനോട് ഞാൻ പറയണം, ഈ മാർക്ക്, ഇവിടെ കളഞ്ഞ മാർക്ക് ഞാൻ എവിടെ നിന്ന് നേടിയെടുക്കും? അടുത്ത പോർഷനിൽ നിന്ന് നേടിയെടുക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ പരിപാടിക്ക് പോകാൻ പാടുള്ളൂ, അല്ലേ? അതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് സ്വീകരിക്കാം. പഠിക്കുന്നത് ശരിയായ രീതിയിലാണോ? അല്ലെ, നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം വലിച്ചു വലി പഠിക്കും. അവിടെ നിന്ന് ഒരു പുസ്തകം കിട്ടിയപ്പോൾ അത് നമ്മൾ കുറേ നേരം പഠിച്ചു. ഇനി ഇവിടുന്ന് വേറെ ഒരാൾ പറഞ്ഞു എന്നോട് ആ പുസ്തകം നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും പഠിച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് വേറെ ഒരാൾ പറഞ്ഞു ആ ടെക്സ്റ്റ് വളരെ നല്ലതാണ്, അത് പഠിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ ടെക്സ്റ്റുകളെല്ലാം പഠിച്ചു. ഒടുവിൽ അനിമൽ ഡൈവേഴ്സിറ്റി മാത്രം ബേസ് ചെയ്താണ് ഞാൻ ഈ 3-4 ടെക്സ്റ്റുകളെല്ലാം പഠിച്ചത്. പഠിച്ച് ഒരാഴ്ച കൊണ്ട് പഠിക്കേണ്ട പോർഷൻസ് ആണ് ഞാൻ 1 മാസം ഇരുന്ന് പഠിച്ചത്. ഇങ്ങനെ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ആ കൊണ്ട് കളഞ്ഞത്. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി എന്തിൽ പറഞ്ഞിട്ടുണ്ട്? സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സിലബസിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഡിഗ്രി ടെക്സ്റ്റിനകത്ത് എത്രമാത്രം കണ്ടന്റ് ഉണ്ടോ ആ കണ്ടന്റിനുള്ളതേ ചോദിക്കൂ. നമുക്ക് ഒരുപാട് അറിവുകൾ പല സ്ഥലത്തു നിന്ന് കിട്ടും. അറിവുകൾ നേടിയെടുക്കുന്നത് ഒരു തെറ്റാണെന്നൊന്നുമല്ല. പക്ഷേ നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്ത് ആ ടൈം മാനേജ്മെന്റിന് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു റാങ്കിങ്ങിൽ ഭയങ്കര പ്രാധാന്യമുണ്ട്. കാരണം നമുക്ക് 6 മാസമേ ഉള്ളൂ. ഇത് 2-3 വർഷം കഴിഞ്ഞിട്ട് നടക്കുന്ന എക്സാം അല്ല, ഈ 6 മാസം കൊണ്ട് നടക്കുന്ന എക്സാം ആണ്. ഈ 6 മാസത്തിനകം അനിമൽ ഡൈവേഴ്സിറ്റിക്ക് ഞാൻ കൊടുക്കേണ്ടത് വെറും ഒരു 1.5 അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ചയോ 2 ആഴ്ചയാണ്. ആ 1.5-2 ആഴ്ചയ്ക്ക് പകരം ഞാനെനിക്ക് പല ടെക്സ്റ്റുകൾ പലരും റെഫർ ചെയ്തു, അല്ലെങ്കിൽ പലരും റെഫർ ചെയ്തതിനനുസരിച്ച് ഞാനൊരു 1.5 മാസം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പഠിക്കേണ്ട അടുത്ത പോർഷൻ ആര് പഠിക്കും? അത് പഠിക്കാൻ നമ്മൾ ഇതുപോലെ സമയം കണ്ടെത്തണ്ടേ? അപ്പോൾ ഞാൻ പറയുന്നു, ഏതെങ്കിലും ഒരു ഡിഗ്രി ബേസ്ഡ് ആയിട്ട് ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഏത് യൂണിവേഴ്സിറ്റിയുടെ ആയിക്കോട്ടെ, അതൊരു MG യൂണിവേഴ്സിറ്റിയുടെയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഡിഗ്രി ലെവലുള്ള ടെക്സ്റ്റ് ആണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അത് മാത്രം ആദ്യത്തെ ഒരു റിവിഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു തവണ അത് മാത്രം നന്നായി പഠിക്കുക. പഠിച്ച് ഒരു ഫുൾ ടൈം അല്ലെങ്കിൽ നിങ്ങൾ അതെല്ലാം പഠിച്ച് അതിന് അത്യാവശ്യം മാർക്കെല്ലാം സ്കോർ ചെയ്യാൻ പാകത്തിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അടുത്തതിന്, അതായത് മറ്റുള്ള ഇതുപോലെ ഈ പഠിച്ചതുപോലെ തന്നെ ആ 8 മൊഡ്യൂളും അത്യാവശ്യം പഠിച്ചിട്ട് എനിക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ സെയിം റേഞ്ചിലുള്ള വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് റെഫർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പുതിയ ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നത് കൊണ്ട് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഈ ടൈം മാനേജ്മെന്റ് ചെയ്യാനായിട്ട്, അല്ലേ, നമ്മൾ ഒരു കാര്യം തന്നെ നമ്മളൊന്ന് നെറ്റിൽ അടിച്ചു കൊടുക്കഴിഞ്ഞാൽ ഒരു 1000 കാര്യങ്ങൾ നമുക്ക് കിട്ടും. പക്ഷെ ആ 1000 പോയിന്റ് നമുക്ക് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ, അല്ലേ? ഈ ഒരു 100 മാർക്കിന്റെ എക്സാമിന് വളരെ കുറച്ച് കണ്ടന്റുകൾ മാത്രമേ ചോദിക്കുള്ളൂ. ആ കണ്ടന്റുകൾ എന്തെല്ലാമെന്ന് PSC വളരെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് ആ സിലബസിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ റെഫർ ചെയ്യാമോ. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഹൈഫൈ ആയിട്ടുള്ള നോളജുകളെല്ലാം നമുക്ക് കിട്ടും എവിടെ നിന്ന് വേണമെങ്കിലും. പക്ഷെ അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള നോളജ് മാത്രമേ നമ്മൾ റിസീവ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം എല്ലാം പഠിച്ച് സമയമൊക്കെ കിട്ടുവാണെങ്കിൽ മാത്രം നമ്മൾ കുറച്ച്, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്ന ഒരു 70% ക്വസ്റ്റ്യൻസും ഒരു ആവറേജ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരിക്കലും അതിനകത്തൊരു 5 മാർക്ക് അല്ലെങ്കിലും 5 ക്വസ്റ്റ്യൻസ് എങ്ങനെ പോയാലും കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ വന്നേക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു PG ലെവലിലൊക്കെ വന്നേക്കാം. എന്നാലും നമുക്കൊരു 70% ഓക്കെ ആയാൽ പോരെ? ആ 5 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമുണ്ടോ? സ്വീകരിക്കാം, എവിടുന്ന് വേണമെങ്കിലും അറിവ് സ്വീകരിക്കാം. അതെല്ലാം നമ്മുടെ സമയം മാനേജ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ശരിയായ രീതിയിലാണോ നമ്മൾ എങ്ങനെ അറിയും? നമ്മളിങ്ങനെ കോരം അവിടുന്ന് കിട്ടുന്ന നോളജും ഇവിടുന്ന് കിട്ടുന്ന നോളജും എല്ലാം പഠിച്ചു പോയി. നമ്മൾ പഠിക്കുന്നത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം,
അല്ലേ? നമ്മൾ ആരെങ്കിലും ഒരു എക്സാം നമ്മൾ എക്സാം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അറിവെല്ലാം ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് കറക്റ്റായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് ഒരു സെൽഫ് ടെസ്റ്റ് ആയിട്ട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അതിൻ്റെ ആൻസർ അറിയാമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയാസ് വഴിയോ കിട്ടുന്ന എത്രമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാമോ അത്രമാത്രം അത് നിങ്ങളെ എക്സാമിന് സഹായിക്കും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ, ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തു, അത് ഞാൻ ആദ്യം പ്രാവശ്യം ഒന്ന് ആൻസർ ചെയ്തതാണ്, ഇനി ഞാൻ ആൻസർ ചെയ്യുന്നില്ല എന്ന് അങ്ങനെയൊന്നുമല്ല. മാസത്തിൽ ഒരു തവണയെങ്കിലും ആ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ ആൻസർ ചെയ്യാം. സമയം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യാം, കാരണം നമുക്ക് ഓൾറെഡി ഇപ്പം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നമുക്ക് ആദ്യമായിട്ട് ഒരു ഫ്രഷ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ ഒരു 55 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 60 മിനിറ്റോ എടുത്തു എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ തവണ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അത് നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ആദ്യം 60 മിനിറ്റ് എടുത്ത സാധനം രണ്ടാമത് ചെയ്യുമ്പോൾ ചിലപ്പോൾ 20 മിനിറ്റേ ആവുകയുള്ളൂ. ഇനിയും നമ്മൾ എന്ത് ചെയ്യും, കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ചെയ്ത് നോക്കണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും നന്നായിട്ട് നമ്മൾ പഠിക്കും, ആൻസേഴ്സും നമ്മൾ നന്നായിട്ട് പഠിക്കും, അല്ലേ? ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സാമിന് വരാം, ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും വരാം. അത് നമുക്കപ്പോൾ ഒരു ഡൗട്ടും ഇല്ലാതെ, ഒരു നെഗറ്റീവ് അടിക്കേണ്ട ഒരു കാര്യവും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ എത്രമാത്രം ചെയ്യുന്നോ അത്രമാത്രം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് കൂടിയിരിക്കും. അല്ലാതെ നമ്മളിങ്ങനെ കുറേ തിയറി ഇങ്ങനെ പഠിച്ച് പോയിട്ട് ഒരു കാര്യവുമില്ല. എത്ര എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നോ അത്രമാത്രം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും കൂടും, അത്രമാത്രം നിങ്ങളുടെ അറിവും വർദ്ധിക്കും. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്ന ഈ എക്സാമിന് ഒരുപാട് റിവിഷൻ ടെസ്റ്റുകളുടെ ഒരു ആവശ്യമുണ്ട്, അല്ലേ? നമ്മൾ ആദ്യത്തെ ഒരു ടെസ്റ്റ് പഠിച്ചു, ആദ്യത്തെ ഒരു മൊഡ്യൂൾ പഠിച്ചു, രണ്ടാമത്തെ മൊഡ്യൂൾ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ മറന്നു പോകും. നമ്മൾ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ഈ ഫൈലംസും ആനിമൽസിൻ്റെ ഒക്കെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മറന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് പിന്നെയും എന്ത് ചെയ്തോണം, ആൻസർ ചെയ്തുകൊണ്ടേ ഇരുന്നോണം. അപ്പോൾ മുഴുവൻ പഠിക്കുന്നതിലും കുറച്ചും കൂടെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കും. ക്ലിയറായി പറഞ്ഞത്? അപ്പോൾ എന്ത് ചെയ്യണം, ആവർത്തിച്ചുള്ള പഠനവും ആവർത്തിച്ചുള്ള ടെസ്റ്റും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കുന്ന രീതിയും അതാണ് ഏറ്റവും നല്ല പഠന രീതി എന്ന് പറയുന്നത്. കോർ സബ്ജക്റ്റ് മാത്രം പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റുമോ? കോർ സബ്ജക്റ്റ് മാത്രം 80 മാർക്കിന് വരും, അല്ലേ? ഈ 80 മാർക്കും നേടിയെടുക്കാം എന്ന് 100% ഉറപ്പുള്ളവർ നിങ്ങളിൽ എത്ര പേരുണ്ടാവും? നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും ഇല്ലേ, നമ്മളെ കുഴപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ ആലോചിച്ച് ഭയങ്കര അറിവും നേടിവെച്ചിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിനകത്ത് ഏറ്റവും ഡയറക്റ്റായിട്ട് ഒരു ആൻസറും അതിനകത്ത് കിടക്കുന്നുണ്ടാവും. പക്ഷെ അപ്പം നമ്മൾ ചിന്തിക്കും, കാരണം നമ്മുടെ അറിവ് എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ മുകളിലാണ്. അപ്പോൾ ഇത് വളരെ ഡയറക്റ്റ് അല്ലേ, ഇങ്ങനെ ഒരു ആൻസർ അതിന് വരാൻ സാധ്യതയില്ലല്ലോ, ചിലപ്പോൾ കുറച്ചൊന്ന് വളഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതായിരില്ലേ ആൻസർ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഒരു ആൻസർ, പക്ഷെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ നമ്മുടെ അറിവ് കുറേ കൂടുതലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ തെറ്റായിട്ടുള്ള ആൻസർ അവിടെ മാർക്ക് ചെയ്യുകയും ചെയ്യും, അല്ലെ? ഏറ്റവും കൂടുതൽ പഠിക്കുന്നവരെ സംബന്ധിച്ച് വരുന്ന പ്രശ്നമാണ്. ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാവുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യും, ആ എക്സാം ഹോളിൽ ഇരുന്ന് വളഞ്ഞ് ചുറ്റി സഞ്ചരിച്ച് ഒരു റോങ് ആൻസറിൽ എങ്ങനെയെങ്കിലും കൊണ്ടെത്തിക്കും. കാരണം നമ്മൾ അത്രമാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതേസമയം കുറച്ച് മാത്രം പഠിച്ചു പോയവന് ഒരു ഡൗട്ടും ഇല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് അവൻ്റെ ആൻസർ. കാരണം അതിൽ കൂടുതൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ ചിന്തിച്ചു വെച്ചിട്ടോ ഒന്നും അവൻ ഉണ്ടാവില്ല. അവൻ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ആൻസർ ചെയ്യും. അപ്പോൾ 80 മാർക്ക് എനിക്ക് കിട്ടും എന്ന് 100% കോൺഫിഡൻസോടുകൂടി പോകുന്നവർ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ആ ഒരു കോൺഫിഡൻസ് ലെവൽ നല്ലത് തന്നെയാണ്. കോൺഫിഡൻസ് എപ്പോഴും വേണം. നമ്മൾ എത്ര പഠിച്ചില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളവനെ ആ എക്സാം പാസ്സാകാനായിട്ട് സാധിക്കും. പക്ഷേ എന്നാലും നമ്മൾ എപ്പോഴും ഇത്രയും പഠിച്ചിട്ട് പോകുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്കുമായിട്ട് പുറത്തോട്ട് വരിക. അപ്പോൾ ആവർത്തിച്ച് പഠിക്കണ്ടേ എന്നല്ല ഞാൻ പറഞ്ഞത്, ആവർത്തിച്ച് പഠിക്കണം. പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പഠിക്കണം. പക്ഷേ ഇന്നേ വരെ ഈ 80 മാർക്കിനുള്ള ക്വസ്റ്റ്യനകത്തുനിന്ന് ഒരു 75 മാർക്കിൽ കൂടുതൽ ഇന്നേ വരെ കിട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആ 75 മാർക്ക് നിങ്ങളെപ്പോലെ മേടിക്കുന്ന വേറെ കുറേ ആൾക്കാരുണ്ടാവും. കാരണം കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും, അല്ലേ? ഒന്നെങ്കിൽ സുവോളജി അല്ലെങ്കിൽ ബോട്ടണിയോ അവർ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അവരെ സംബന്ധിച്ച് അതിനകത്തുനിന്ന് മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വെല്ലുവിളി എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കോർ സബ്ജക്റ്റ് സുവോളജി പഠിച്ച ഒരാൾക്ക് ബോട്ടണി പഠിച്ച് എത്ര മാർക്ക് മേടിക്കാമോ, ഇല്ലെങ്കിൽ എത്രമാത്രം GK എന്ന് പറയുന്ന പോർഷനകത്ത് നിന്ന് നമുക്കൊരു 12 മാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് മേടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? ആ 12 മാർക്ക് പ്ലസ്
അവിടെ നിന്ന് കിട്ടുന്ന, അതായത് കോർ സബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്ന 60 മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെ എത്തിയിരിക്കാം, നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കിടും. പിന്നീട് നമ്മൾ ഇന്റർവ്യൂവിന് ഒരു 15 മാർക്ക് ഉണ്ട്, 15 മാർക്ക് 12 മാർക്ക് 15 മാർക്ക് മാക്സിമം 12 മാർക്ക് കൊണ്ട് മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിന്റെ ആദ്യത്തെ 10 നമ്മൾ വന്നിട്ടുണ്ടാവും. അപ്പം ഓവർ കോൺഫിഡൻസും പാടില്ല. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒരുപാട് കിടന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യാനും പാടില്ല. എന്ന് കരുതി ചിന്തിക്കാതെ ആൻസർ ചെയ്യാൻ പാടില്ല, ചിന്തിക്കണം. പക്ഷേ നമ്മുടെ ഒരു ലെവലിൽ നിന്ന് ആ എക്സാം എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂൾ ടീച്ചറിന് വേണ്ടിയിട്ടുള്ള എക്സാം ആണെന്ന് ഉള്ള ബോധം എന്ത് ചെയ്യണം, എഴുതുന്നവന് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഞാൻ ഒരിക്കലും ഒരു നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞാനൊരു HSSTക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതല്ല. ഞാനിതൊരു ഹൈസ്കൂൾ ടീച്ചറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സുമേ അവിടെ ഉണ്ടാവൂ എന്നുള്ള വിചാരം ഇല്ല, ബോധം ആർക്കുണ്ടാവണം, എക്സാം എഴുതാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. റിവിഷൻ ടെസ്റ്റ് ആവശ്യമാണോ? തീർച്ചയായിട്ടും നമ്മളിതൊന്ന് പറഞ്ഞതാണ് അല്ലേ. റിവിഷൻ ടെസ്റ്റ് മസ്റ്റാണ്. നമ്മൾ എന്തു പഠിച്ചാലും അത് തീർച്ചയായിട്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ചെയ്തിട്ടേ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ടൈം മാനേജ്മെന്റും അതുപോലെ നമ്മുടെ ഓർമ്മയെല്ലാം ഒന്ന് റിക്കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, അത് ആ എഴുതി വെച്ച ക്വസ്റ്റ്യൻസ് പിന്നെ എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ ഒന്നുകൂടിയൊക്കെ ചെയ്യാനുള്ള സമയം കൂടി നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. ഇത് നമ്മൾ ഒരാഴ്ച നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ടൈം ടേബിളാണ്. അപ്പോൾ ഈ ടൈം ടേബിളിനകത്ത് ഡേ 1 മുതൽ ഡേ 7 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേ 1 എന്ന് പറയുന്നത് മൺഡേ ആണ്. മൺഡേയിൽ ഇവർ പഠിക്കേണ്ട കാര്യങ്ങൾ സുവോളജി മൊഡ്യൂൾ 1, ബോട്ടണി മൊഡ്യൂൾ 6, ദെൻ GK, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന GK പോർഷൻസ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ആണ്. അതുമായി ബന്ധപ്പെട്ട്, അതായത് എന്ത് ചെയ്യും, ഇവർ ഡേ 1 മുതൽ ഡേ 6 വരെ പഠിക്കും. ഈ തന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം നന്നായിട്ട് പഠിക്കും. അതിനുശേഷം ഡേ 7 നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു എക്സാംസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പോർഷൻസ് മാത്രമല്ല ഉണ്ടാവുക, കൊടുത്തിരിക്കുന്ന പോർഷൻസിൽ നിന്നും 70% ക്വസ്റ്റ്യനും ബാക്കി 25% എന്ന് പറയുന്നത് എവിടെ നിന്നുമായിരിക്കും, നമ്മൾ നേരത്തെ ഇതിന് മുമ്പ് ഇവർക്ക് കുറേ അധികം റിവിഷൻ ടൈം ടേബിൾ പോയിട്ടുണ്ട്. ആ റിവിഷൻ ടൈം ടേബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡേ 7 നടക്കുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്യാം. ആ എക്സാംസ് പിന്നെയും കുറേ നാൾ കഴിയുമ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഈ സൈക്കിൾസ് ഒന്നും കൂടെ ഫോളോ ചെയ്യും. അങ്ങനെ ഒരു 10 പ്രാവശ്യം ഈ ഒരു മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് എത്ര അറിവില്ലാത്തവനും എന്ത് ചെയ്യും, എത്ര അറിവില്ലാത്ത ഒരാളും ആ 50 മാർക്കിനകത്തുനിന്ന് ഒരു 30-35 മാർക്കിലോട്ട് മേടിക്കാനുള്ള പ്രാപ്തി നേടിയിരിക്കും. കാരണം നമ്മൾ ഒരു പ്രാവശ്യമാണ് ടെസ്റ്റ് ചെയ്യുക, അല്ല 5-6 പ്രാവശ്യം നമ്മൾ പിന്നെ സെയിം സാധനം തന്നെയാണ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, അത്രയും കണ്ടന്റ് ആ കുട്ടികളിലോട്ട് എത്താൻ വേണ്ടിയിട്ടും അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. എല്ലാം വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും. ഇനി എന്ത് ചെയ്യും, അടുത്ത ആഴ്ച അടുത്ത സിലബസ് അടുത്ത ഇതുപോലെയുള്ള ഒരു ടൈം ടേബിൾ കൂടി കൊടുക്കും. ആ കൊടുക്കുന്ന ടൈം ടേബിളിനോടൊപ്പം അപ്പോഴും അവർക്ക് ഡേ 7 ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാമിനകത്ത് എന്ത് ചെയ്യും, ഈ ടൈം ടേബിൾ ഉൾപ്പെടെ, ഈ കിടക്കുന്ന ടൈം ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് എക്സാംസ് കണ്ടക്ട് ചെയ്യും. അങ്ങനെ നമ്മളൊരു ഈ ഒരു എക്സാമിനേഷൻ വരെ എന്തായിരിക്കും, ഈ പ്രൊസീജിയർ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആഴ്ചകളിൽ റിവിഷൻ ടെസ്റ്റും, മാസത്തിലൊരു തവണ എൻ്റയർ പോർഷൻസ് ഉൾക്കൊള്ളുന്ന ഒരു വലിയ ടെസ്റ്റും, അങ്ങനെ പല ടെസ്റ്റുകളിലൂടെ കടന്ന് ഏറ്റവും ലാസ്റ്റ് എക്സാം ആകുമ്പോഴേക്കും അവന് തന്നെ തോന്നും, ഞാൻ അത്യാവശ്യം കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും എന്നൊരു ലെവലിലോട്ട് എന്ത് ചെയ്യും, ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടുവന്ന് വെക്കും. അല്ലേ, നമ്മളൊരു ടെൻഷനോട് കൂടി എക്സാം എഴുതാൻ പോകുമ്പോഴാണോ, അതോ അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടു കൂടി പോകുമ്പോഴാണോ നമ്മൾ നന്നായിട്ട് എക്സാം എഴുതുക? ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്യും, കുറേ അധികം നെഗറ്റീവ്സ് മേടിച്ചു കിട്ടും അല്ലേ. അപ്പോൾ ഇതിനൊന്നും കൂടാതെ നല്ല കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതാൻ പോകണോ നിങ്ങൾക്കും? എങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. HSA നാച്ചുറൽ സയൻസിൻ്റെ പുതിയ ബാച്ച് CCയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന്, ഇനി നമുക്ക് നോക്കി നിൽക്കാനോ ഇല്ലെങ്കിൽ ഇനി ആലോചിച്ച് കുറേ നാൾ കഴിഞ്ഞിട്ടോ ഒന്നുമുള്ള സമയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയുള്ള സമയങ്ങൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ടൈമാണ്. ശരിക്കും ടൈം ടേബിൾ അനുസരിച്ച് വളരെ ക്രിസ്പി ആയിട്ട് പഠിച്ച് പോകേണ്ട ടൈം. ആ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ്. അവർ കോഴ്സ് ഡീറ്റെയിൽസും മറ്റുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആലോചിച്ച് നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതാൻ റെഡി ആകുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.